ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറാ. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിലാ. എന്താ മോളെ, മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരയില്ല, എന്തു വിഷമമുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി. ഏതായാലും മോള് ഇവിടെ തന്നെ വന്നല്ലോ. ഇനി എല്ലാം അമ്മ നോക്കിക്കൊള്ളും. മനസ്സിലുള്ള സങ്കടങ്ങള് മുഴുവനും തുറന്നു പറഞ്ഞാ മതി. ആട്ടെ, എന്താ മോളുടെ പ്രശ്നം? അച്ഛനും അമ്മയ്ക്കും കൂടെ ഒറ്റ മോളാ ഞാൻ. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയ്ക്കാണെങ്കിൽ കുറെ നാളായിട്ടുള്ള രോഗം. ക്യാൻസറാ എന്റെ അമ്മയ്ക്ക്. അച്ഛൻ കൂടി പോയപ്പോ ഇതെല്ലാം കാണാൻ ഞാൻ ഒറ്റയ്ക്ക്. കുറെ നാളായി പോകാത്ത ആശുപത്രിയോ ചെയ്യാത്ത ചികിത്സകളോ ഇനി ഒന്നുമില്ല. അവസാനം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി ഇനി പ്രാർത്ഥന മാത്രമേ ബാക്കിയുള്ളൂന്ന്. ഇവിടെ എങ്ങനെ മോള് വന്നേ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളാ പറഞ്ഞ്. മറിയം ത്രേസ്യയുടെ സന്നിധി പോയി മനനൊന്ന് പ്രാർത്ഥിച്ചാ മതിയെന്ന്. അതാ ഞാൻ. അമ്മച്ചി, എന്റെ ഈ സങ്കടം അമ്മ കാണാതിരിക്കോ? എന്റെ അമ്മയുടെ സുഖം മാറ്റി തരില്ലേ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മച്ചി, എന്റെ അമ്മയുടെ സുഖം മാറുന്ന. എല്ലാം ശരിയാകും മോളെ, എല്ലാം. അമ്മയുടെ സന്നിധിയിൽ വീണേ കണ്ണീര് ഒരിക്കലും പാഴായി പോയില്ല മോളെ. ഇതെല്ലാം അമ്മ കാണുന്നുണ്ട്. ജന്മനാ മുടന്തനായിട്ട് ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എന്റെ മോനെ 2 കാലം ഉപയോഗിച്ച് നടക്കാറാക്കിയ മദറിന് കഴിയും നിന്റെ അമ്മയെ സൗഖ്യമാക്കാൻ. എവിടെ അമ്മച്ചിയുടെ വീട്? തൃശ്ശൂരിനടുത്ത് അമ്മാട് എന്ന സ്ഥലത്താ. പല്ലിശ്ശേരിക്കാരെന്ന് പറഞ്ഞ വലിയ തറവാട്ടുകാരാ. പറഞ്ഞിട്ടെന്താ, ആറ്റുനോറ്റുണ്ടായ കുട്ടി. അതാണെങ്കില് മുടന്തനും. അപ്പോ ഇന്നത്തെ പോലെ വളഞ്ഞ കാലം നേരെയാക്കാനുള്ള ചികിത്സകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നു മോളെ. പ്രസവം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമില്ലെന്ന്. പിന്നെ ഞങ്ങള് ഒരു ഡോക്ടറെയും കാണിച്ചില്ല. അന്നൊക്കെ അവന്റെ വിഷമം കാണുമ്പോ അപ്പാ, ഇന്നലെ ക്ലാസ്സിൽ കുട്ടികൾ കളിയാക്കി. ഞാൻ സ്കൂളിൽ പോവുള്ള. അങ്ങനെയൊന്നും പറയില്ല കുഞ്ഞെ. മോന് പഠിച്ചു വലിയ ആളാവണ്ടേ? അവർക്ക് ഇത് പറഞ്ഞല്ലോ, എന്റെ കാലിന് എന്നും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് കുടിക്കും മോനെ. എനിക്ക് വേണ്ട. ആരും അതും ഇതും പറഞ്ഞെന്ന് വെച്ച് എന്റെ മോനെന്തിനാ വിഷമിക്കുന്നേ? എല്ലാം കർത്താവ് ശരിയാക്കി തരും. മോനിത് കുടിക്കേ. എന്തിനാമേ കർത്താവിനെ ഇങ്ങനെയാക്കിയ? എന്നെ ഇഷ്ടമില്ല. എത്ര കാലം വെച്ചാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? മോനെ വല്ല വൈദ്യന്മാരെയും കാണിച്ചാലോ? ഇട്ടിക്കൊരു ഡോക്ടർ പറഞ്ഞതല്ലേ, ഇനി ഒരു ഡോക്ടറെയും കാണിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന്. മോൻ ജനിച്ച ഉടനെ ഡോക്ടറെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എന്നാലും മോന്റെ വിഷമം കാണുമ്പോ കർത്താവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എന്റെ ഒരു ഇളയമ്മ കുഴിക്കാട്ടുശ്ശേരി മഠത്തിലുണ്ടായിരുന്നു, സിസ്റ്റർ എബ്ജീന. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇളയമ്മയെ കാണാൻ പോയി. മറിയം ത്രേസ്യമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച മോന്റെ മുടന്നു മാറുമെന്നും പറഞ്ഞു.
ഒരു നൊവേനക്കടലാസം തന്നു. അങ്ങനെ ഞങ്ങള് മറിയം ത്രേസ്യാമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങളുടെ അമ്മയായ മറിയം ത്രേസ്യായെ, എൻ്റെ മകൻ്റെ ഇരു കാലുകൾക്കും നടക്കാനുള്ള ശേഷി കിട്ടിയാൽ ഇവിടെ വന്ന് ഒരു പാട്ടുകുർബാന ഞാൻ ചൊല്ലിക്കാവേ. അന്നു മുതൽ അമ്മയോട് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കും. പ്രാർത്ഥന തുടങ്ങി 33-ാം ദിവസം രാത്രി എന്താ മോനെ? ചേട്ടാ നമ്മുടെ മോന്റെ കാല് എന്നിട്ട് നേർന്ന നേർച്ചകൾ ഞാൻ നിറവേറ്റിയോ? ഇല്ല മോളെ, മോന്റെ അപ്പന് ഒറ്റ നിർബന്ധം, 2 കാല് സുഖമായാലേ നേർച്ച നടത്തുള്ളൂന്ന്. പിന്നെ ഞങ്ങള് 41 ദിവസത്തെ വ്രതം എടുത്തു, പ്രാർത്ഥനകളെല്ലാം ശക്തമാക്കി. 39-ാം ദിവസം മാത്യു കണ്ടതുപോലെ 2 കന്യാസ്ത്രീകൾ ദർശനം നൽകി മോന്റെ മറ്റേ കാല് സൗഖ്യമാക്കി എന്നും പറഞ്ഞ് അവർ മടങ്ങി.
മോളെ ദാ വരുന്നതാ എന്റെ മോൻ മാത്തുക്കുട്ടി. അമ്മയുടെ കാരുണ്യം കൊണ്ട് സൗഖ്യം ലഭിച്ച എൻ്റെ മോൻ. കാലംബമേകുന്ന ആത്മീയ രക്ഷക യേശുനാഥ, ആരോരുമില്ലാത്തോർ കാലംബമേകുന്ന ആത്മീയ രക്ഷക യേശുനാഥ, അഗതിയാമി പാപിനിക്ക് അഭയം നൽകണേ സന്നിധി, അഗതിയാമി പാപിനിക്ക് അഭയം നൽകണേ സന്നിധിയിൽ, ആരോരുമില്ലാത്തോർ കാലംബമേകുന്ന ആത്മീയ രക്ഷക യേശുനാഥ. കത്തും ദുഃഖവും കരയുമെൻ മനവും കനിവിൻ്റെ നാഥന് സമ്മാനം, കത്തും ദുഃഖവും കരയുമെൻ മനവും കനിവിൻ്റെ നാഥന് സമ്മാനം, കഥനങ്ങളാഴത്തിൽ മുറിവേൽപ്പിച്ചാലും കണ്ണീർ കണങ്ങളാൽ ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ 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 പാപികളിൽ ഏറെ പാപിയായി ഞാൻ പ്രായശ്ചിത്തമെന്തും ചെയ്തിടാം, പാപികളിൽ ഏറെ പാപിയായി ഞാൻ പ്രായശ്ചിത്തമെന്തും ചെയ്തിടാം, പരിശുദ്ധ മാതാവിൻ പ്രിയസുതനേ പരിശുദ്ധ ശക്തി അയച്ചമ്മയെ സൗഖ്യമാക്കിടണേ,
ഇപ്പൊ വീണ ഈ കണ്ണീരുണ്ടല്ലോ, അമ്മ കാണുന്നുണ്ടാവും. മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. ഇനിയും അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സിസ്റ്ററെ പരിചയപ്പെടുത്തി തരാം. വരൂ. കർത്താവേ, മോൾക്കിനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സിസ്റ്ററോട് ചോദിച്ചോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ അറിയാനുള്ളത്? മോള് വരൂ. അമ്മേ, ഇതെന്ത് കിടപ്പാ? ഞാൻ പല പ്രാവശ്യം അമ്മോട് പറഞ്ഞിട്ടുള്ളതാ വെറുതെ എങ്ങനെ കിടക്കരുതെന്ന്. എഴുന്നേക്ക്. തീരെ വയ്യും മോളെ. ഒക്കെ വെറുതെ തോന്നണതാ. ഒരസുഖവും ഇല്ല എന്റെ അമ്മയ്ക്ക്. ഏതു നേരം ഇങ്ങനെ കിടന്നാ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അമ്മ ഇങ്ങ് എഴുന്നേറ്റെ. എഴുന്നേക്ക്. അതിനെങ്ങനെ ഏതു നേരം ഈ ഒരൊറ്റ ചിന്തയല്ലേ മനസ്സില്? അസുഖാത്രേ അസുഖം. മോൾക്ക് അങ്ങനെയൊക്കെ പറയാം. എന്റെ വേദന എനിക്കല്ലേ അറിയൂ. രാവിലെ മരുന്ന് കഴിച്ചായിരുന്നു. ആ മരുന്നിന് ഭയങ്കര കയ്പാ. അതാ പിന്നെ ഞാൻ. ഇതാ അമ്മയുടെ കുഴപ്പം. കയ്പുള്ള മരുന്നെന്ന് വെച്ച് കഴിക്കാതിരുന്ന പിന്നെങ്ങനെയാ അസുഖം മാറുക? മാറാനുള്ള അസുഖമാണെങ്കിൽ ഇതെന്നേ മാറിയനെ. അമ്മേ, ആവശ്യമില്ലാതെ മനസ്സിലിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടന്ന ഇതാ മരുന്ന് കഴിക്ക. മാസം എത്രയെന്ന് വെച്ചാ ഇതിങ്ങനെ കഴിച്ചു കൂട്ടുന്നേ? എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലാതെ ഡോക്ടർമാര് മരുന്നിങ്ങനെ വെറുതെ തരൂ. അതങ്ങനെ അതിന്റെ വഴിക്ക് നടക്കും. ആട്ടെ, നീ ഇതെവിടായിരുന്നു ഇത്രയും നേരം? ഞാനിന്ന് ഒരു സ്ഥലം വരെ പോയി. അമ്മേ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമ്മ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് ഒരാശ്വാസം കിട്ടുമെന്ന് ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഇതിനൊരാശ്വാസം കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ ഞാനും അങ്ങോട്ട് പോണം. അല്ലമ്മേ, എന്റെ മനസ്സിലിപ്പോ നല്ല വിശ്വാസമുണ്ട്. ഞാനിന്ന് അങ്ങനൊരിടം വരെ പോയി. എവിടെ? ഒരുപാട് അത്ഭുതസിദ്ധികളുള്ള സ്ഥല, കുഴുക്കാട്ടുശ്ശേരി എന്ന് പറയും. മദർ മറിയം ത്രേസ്യയുടെ കബറിടം. അവിടെ അവിടെ അതും ഇതും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനുണ്ടായിരുന്നപ്പോ എവിടെയെല്ലാം കൊണ്ടുപോയതാ. അല്ലമ്മേ, ഇതങ്ങനെയല്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്റെ അമ്മയുടെ അസുഖം മാറും. ഇനി ഞാനും കൂടി പോയാ എന്റെ മോക്ക് പിന്നെ ആരാ ഓർത്തിട്ട്?
സുദിനം ഇന്നൻ സുദിനമെൻ രക്ഷയുടെ സുദിനം ഈഴയാമിന്റെ യാതന കേട്ടു എഴുന്നേൽപ്പിച്ചെന്നെ വിളിച്ച ദിനം. ഈഴയാമിന്റെ യാതന കേട്ടു എഴുന്നേൽപ്പിച്ചെന്നെ വിളിച്ച ദിനം. ആർപ്പിടുവിൻ ആർപ്പിടുവിൻ ആമോദത്തോടെ ആർപ്പിടുവിൻ ആനന്ദത്തോടെ ആർപ്പിടുവിൻ ആർത്തുപാടി സ്തുതിച്ചിടുവിൻ. സങ്കടമകറ്റി ദുരിതമൊഴിച്ച് എന്നോടു കാരുണ്യം ചൊരിഞ്ഞ ദിനം. പാപം ക്ഷമിച്ചും ശാപം പൊലിച്ചും വീണ്ടും എനിക്കുയിരേകും ദിനം. പാറി 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 വരുന്നു ഞാൻ നിന്നിലലിയാൻ അനുഗമിക്കാൻ. പാറി 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 വരുന്നു ഞാൻ നിന്നിലലിയാൻ അനുഗമിക്കാൻ. ഓ യേശുവേ, ഓ യേശുവേ. ആർപ്പിടുവിൻ ആർപ്പിടുവിൻ ആമോദത്തോടെ ആർപ്പിടുവിൻ ആനന്ദത്തോടെ ആർപ്പിടുവിൻ ആർത്തുപാടി സ്തുതിച്ചിടുവിൻ. എന്നിൽ നിറയൂ, എന്നിൽ വസിക്കൂ, തവ സ്നേഹമെന്നിൽ ചൊരിഞ്ഞിടണേ. വരിക 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 വന്നു വളർന്നിടും അവനെ അവന്റെ നന്മയ്ക്കെന്നും നിത്യം വന്ദനം പാടി പാടി പോകാം. നന്മയ്ക്കെന്നും നിത്യം വന്ദനം പാടി പാടി പോകാം. ഓ യേശുവേ, ഓ യേശുവേ. ഇന്നിൻ സുദിനം ഇന്നിൻ സുദിനമെൻ രക്ഷയുടെ സുദിനം. ഇന്നിൻ സുദിനം ഇന്നിൻ സുദിനമെൻ രക്ഷയുടെ സുദിനം. ഈഴയാമിന്റെ യാതന കേട്ടു എഴുന്നേൽപ്പിച്ചെന്നെ വിളിച്ച ദിനം. ഈഴയാമിന്റെ യാതന കേട്ടു എഴുന്നേൽപ്പിച്ചെന്നെ വിളിച്ച ദിനം. ആർപ്പിടുവിൻ ആർപ്പിടുവിൻ ആമോദത്തോടെ ആർപ്പിടുവിൻ ആനന്ദത്തോടെ ആർപ്പിടുവിൻ ആർത്തുപാടി സ്തുതിച്ചിടുവിൻ. നീ അന്ന് പറഞ്ഞില്ലേ മദർ മറിയം ത്രേസ്യയെ പറ്റി? ഞാനവിടെ പോയിരുന്നു. അവിടെ ചെന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചു. ഭയങ്കര അത്ഭുതസിദ്ധിയുള്ള സ്ഥലാ. നിനക്കെങ്ങനെ ഈ സ്ഥലം അറിയാൻ കഴിഞ്ഞേ? എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് അവിടെ പോയതിനു ശേഷം ഭയങ്കരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരിക്കും. എനിക്കിപ്പോ അത് ശരിക്കും ബോധ്യം. എങ്ങനെ? അതിനുശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഡോക്ടർക്ക് അതിശയായി. നീ എന്താ നിന്ന് കളഞ്ഞേ? നീതു, നിനക്ക് മറിയം ത്രേസ്യയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടോന്നോ? ഞാനത് നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു. എന്നാ ജസ്റ്റ് എ ചേഞ്ച്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലും. ഞാൻ റെഡി. മലയാള മണ്ണിൽ ഒരു കൊച്ചു ഗ്രാമമ പുത്തൻ ചിറയിലെ പുകൾ പെറ്റ വീട്ടിൽ പൊന്നോമന ത്രേസ്യ പിറന്നു.
പിറന്നു. മാതാപിതാക്കൾക്കുമൊപ്പമെല്ലാവർക്കുമെന്നും കുഞ്ഞോമനയായ കുഞ്ഞു ത്രേസ്യ, കുഞ്ഞായിരിക്കെ കുഞ്ഞുണ്ണി യേശുവൊത്ത് കുസൃതി കളിച്ചു രസിച്ച ത്രേസ്യ. മങ്കിടിയാൻ വീട്ടിലെ മണിദീപമായവൾ മണ്ണിലും വിണ്ണിലും പൊന്മുത്തായി വിളങ്ങി ത്രേസ്യ. അക്ഷരം പഠിപ്പിച്ച ആശാനും പ്രിയ ഇടവക പള്ളിയിലെ ഇടയനും ഇഷ്ടം എല്ലാവർക്കും അമ്മ ത്രേസ്യ. പറയും കഥകളിൽ നിന്നവൾ കണ്ടെത്തി വീരനാം യേശുവേ. കുഞ്ഞായിരിക്കെ യേശുവെ മോഹിച്ച് ആരോരും അറിയാതെ പ്രണയിനിയായി മോതിരം മാറി മണവാട്ടിയാക്കി മാറോടണച്ചു മുത്തുപോൽ കാത്തു ഒരിക്കലും പിരിയാതെ. വീടുമെതിർത്തു നാടുമെതിർത്തു വന്ധ്യനാം മിത്രാനും മടുത്തിവളെ വിധയത്തിലച്ഛനോ മറന്നില്ല. പുതുസഭയും ഇവിടെയും തുടങ്ങി തവ ദൗത്യമാക്കി പ്രേഷിതത്വം. സോദരിമാരെ അനേകമേകി ഈ ഭൂവിൽ വാഴ്ത്തപ്പെട്ടവളായി. പുതുസഭയും ഇവിടെയും തുടങ്ങി തവ ദൗത്യമാക്കി പ്രേഷിതത്വം. സോദരിമാരെ അനേകമേകി ഈ ഭൂവിൽ വാഴ്ത്തപ്പെട്ടവളായി. മലയാള മണ്ണിൽ ഒരു കൊച്ചു ഗ്രാമമ പുത്തൻ ചിറയിലെ പുകഴ്പെറ്റ വീട്ടിൽ ഒന്നോമന ത്രേസ്യ പിറന്നു.